എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാഗിയുടെ റെസിപ്പിയുമായിട്ടാണ്. മാഗിയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെന്നല്ല, നമുക്കും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമേ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ വെച്ച് ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇത് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്. സവോള ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതേപോലെ അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്നു വരുന്നതിനായിട്ട് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാട് ചേർക്കരുത്, കാരണം മാഗിക്കകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായത്, ഗ്രേവി എന്ന് പറഞ്ഞാൽ ഈ സവോളയ്ക്കും തക്കാളിക്കായും ഞാൻ ചേർക്കുന്നുണ്ട്, അതിനും കൂടെ ആവശ്യമായ ഉപ്പ് മാത്രം ഇതിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് ഒരു പഴുത്ത തക്കാളിയാണ്. ഇതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരുപാടങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഇളക്കിയാൽ മതിയാകും. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് മുട്ടയും കൂടി ചിക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഇതിനായിട്ട് എടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. നമുക്കത് പൊട്ടിച്ചൊഴിക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ ഇരിക്കേണ്ടത്. ഇതിനി നന്നായിട്ടൊന്ന് ചിക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ചട്ടിയുടെ ചുവട്ടിൽ പിടിക്കാതെ വേണം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്തൊന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഇതിന് ചേർക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ 3.5 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരണം.
ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇതിനാവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. അതായത് ഈ മാഗിക്കകത്തുള്ള ഒരു മസാല ഉണ്ടല്ലോ, ആ മസാലയാണിത്. ഇത് 2 പാക്കറ്റാണ് ഞാൻ എടുത്തത്. പക്ഷേ ഞാൻ 1 പാക്കറ്റ് മസാല ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാക്കറ്റും ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. ഈ വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഉപ്പ് ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മാഗി ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ച് ഞുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പൂണിൽ കോരിയെടുക്കുമ്പോൾ എളുപ്പമുണ്ട് കഴിക്കാൻ. ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. ഇത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. നന്നായിട്ട് നമുക്കൊന്ന് വെന്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 2-3 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ എന്താണോ ആ സമയത്ത് ഇത് 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഒരുപാട് ഗ്യാസും ചിലവാകത്തില്ല. ഇതേ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ വേവ്. ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയാൽ ഇത് അങ്ങ് വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. ഇതാണ് ഇതിൻ്റെ പാകത്തിനുള്ള വേവ്. കണ്ടോ, ഒന്നൊന്നിനോട് തൊടാതെ വണ്ണം കിടക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ട ഫ്രൈ ചെയ്തത്. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല പാനൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വ്യത്യാസം കാണുന്നുണ്ട് ഇതിൽ. ഇതിപ്പോൾ നന്നായി ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി.